ശരിക്കും വയ്യാണ്ടായ ഒരു പനിയായിരുന്നു കേട്ടോ. ഇപ്പോഴും ബോഡി അങ്ങോട്ട് റെഡി ആയിട്ടില്ലേ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ വന്നിരുന്നുണ്ടല്ലോ. ഒന്നും നമ്മൾ കേടാക്കാതെ എല്ലാം വെയ്യെങ്കിലും റെഡി ആക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചക്ക ഓൾമോസ്റ്റ് മണമൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ മുറിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ഇട്ടിട്ട് അത് കേടായി പോയാലോ എന്നൊരു വിഷമം. അങ്ങനെ അതേ നമ്മുടെ ചക്ക മുറിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ പിടിച്ച നമ്മുടെ ചക്ക. നല്ല മധുരം കേട്ടോ ഇതിന്. അപ്പോൾ എന്തായാലും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ കഴിച്ചിട്ട് ബാക്കി ഒരു കാൽ ഭാഗം എടുത്തുള്ളൂ കേട്ടോ. ചക്കപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വെച്ച് ബാക്കി വെച്ച് ഞങ്ങൾ ആവശ്യത്തോളം കഴിച്ചു. ബാക്കി പൊതിഞ്ഞ് സൂക്ഷിച്ച് 2 ദിവസത്തിനകം എടുത്ത് തീർക്കാമല്ലോ. അപ്പോൾ ബാക്കി കാര്യങ്ങളും ഇങ്ങനെ ഒന്നും കേടാതെ വെയെങ്കിലും ഞാൻ തീർക്കും കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളെല്ലാം പ്രഷ്യസ് തന്നെയാണ്. തൊണ്ട കുറച്ചൊന്ന് റെഡിയാവും, വീണ്ടും അടയ്ക്കും. കുത്തിയുള്ള ചുമയുണ്ട്, അതായിരിക്കും കാര്യം. പിന്നെ നമ്മുടെ അങ്കുവിൻ്റെയും കൈ ഒടിഞ്ഞിരിക്കുകയാണ്. മൊത്തത്തിൽ ആകെ ഒരു ഡൗൺ ഫീലിംഗ് ആയപ്പോൾ. എങ്കിലും നമ്മൾ റെഡിയായി വരും. അപ്പം നമ്മുടെ ചക്കപ്പുട്ട് റെഡിയാക്കി എടുക്കാവേ. അതിന് ചക്ക കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മുടെ പുട്ടുപൊടിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് അത്ര വലിയ വശമില്ലായിരുന്നില്ല. ഞാൻ കൂടെ മുട്ടക്കറി ഉണ്ടാക്കി കേട്ടോ. ചക്കപ്പുട്ട് ഒരു കുറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി നമ്മുടെ കറിയും കൂട്ടി കഴിക്കാം. ഒന്ന് ഫസ്റ്റ് ആയതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കാമല്ലോ. ഇതിന് കറിയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതേ നമ്മുടെ ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞ കറിയൊന്നും വേണ്ട കേട്ടോ. നല്ല രീതിയിൽ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കെടുത്ത് കഴിച്ചാലും നമ്മുടെ നാക്കും കൂടെ ഇറങ്ങിപ്പോകുന്ന ടേസ്റ്റാണ്. ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നന്നായി വരും. പക്ഷെ നന്നായി വന്നിട്ടുണ്ട്. ഇതുപോലെ എനിക്ക് ഒന്ന് ഏത്തപ്പഴം ഒക്കെ വെച്ച് ഉണ്ടാക്കാൻ തോന്നുന്നു കേട്ടോ. സംഭവം കിടിലം. അതേ അങ്കു കണ്ടോ, ആ ഒടിഞ്ഞ കൈ വെച്ച് അവൻ എന്തൊക്കെ ചെയ്യേണ്ടാത്തതുണ്ടോ അതെല്ലാം ചെയ്യും. പറഞ്ഞാലും കേൾക്കില്ല. അതേ നോക്കിയേ, കാലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഗുസ്തിയാണ് ആ കൈ വെച്ചിട്ട്. നമ്മളത് ചെയ്യല്ലേ മോനേന്ന് പറഞ്ഞാൽ അവൻ അതേ ചെയ്യത്തുള്ളൂ. അതേ നോക്കിയേ. എൻ്റെ ദേഷ്യം കാണുമ്പോൾ അവന് കൂടുതൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു എന്താ പറയുക ടെൻഡൻസിയും കൂടും. അപ്പോൾ ഇതെന്താണെന്നറിയാമോ, നമ്മുടെ ഇവിടെ നോൺ വെജ് ഉണ്ടാക്കുന്ന ഒരു വീടുണ്ട്. അവിടെ മാസത്തിലൊരിക്കൽ അവർ ഫിഷ് കറി വെക്കും. ഇത് ഫ്രഷ് വാട്ടറാണ്. എനിക്ക് വലിയ പത്തിയില്ലെങ്കിലും ഞാൻ ഇന്ന് കപ്പ വെക്കുന്നുണ്ട്. ഞാൻ 2 ഫിഷ് കറി പറഞ്ഞു. ഇതുപോലെ 4 പീസ് ഉണ്ടായിരുന്നു, ഗ്രേവിയുണ്ട്. അപ്പം ഞാനത് കാരണം കപ്പ, നാട്ടിലെ കപ്പ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ചെറിയ ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും ഒന്ന് ഒഴിച്ചിട്ട് കുത്തി ഉടച്ച് വെച്ചു. ഇതിൻ്റെ കൂടെ നമുക്ക് മീൻകറി നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. അതുകൊണ്ടാണ് ഞാൻ മീൻകറി പറഞ്ഞത് കേട്ടോ. അതേ മീൻകറിയും കപ്പയും ഇങ്ങനെ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഓരോന്നായിട്ട് തീർത്ത് വരികയാണ്. മനസ്സിനൊരു സമാധാനമാണ്. പിന്നെ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അതുപോലെ തന്നെ ഇവിടെ ഹോളിയുടെ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അടുത്ത് നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നല്ലോ, അത് തക്കാളിയും കൂടി ഇട്ടൊരു ഒഴിച്ചുകറി വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് പച്ചമുളകും ഒക്കെ കുക്കറിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് അരപ്പ്, നമ്മുടെ തേങ്ങ ഇട്ട് അരച്ച് എടുത്ത അരപ്പ്, എന്താ പറയുക, ഒരു ഒഴിച്ചുകറി ചോറിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ അങ്ങ് പെട്ടെന്ന് അതും റെഡിയാക്കി. അങ്കു അച്ഛനും കണ്ടോ, അങ്കു ഇപ്പം നമുക്ക് കൂടുതൽ കെട്ടിപ്പിടിക്കാനുള്ള ടെൻഡൻസിയാണ്. അവന് കൈ ഒടിഞ്ഞിരിക്കുന്നതുകൊണ്ടാ, പറഞ്ഞാലും കേൾക്കത്തില്ല, ഓടി വന്ന് ഒറ്റപ്പെടുത്താ. നമ്മുടെ ഒഴിച്ചുകറിയിൽ വറുത്തിടാം. കറിവേപ്പില പുറത്തുനിന്ന് പൊട്ടിക്കാൻ മടി കാരണം ഇട്ടില്ല. കറിവേപ്പിലയും കൂടി ഇട്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് വന്നേനെ. അങ്ങനെ ഒരു നാടൻ സ്റ്റൈലിൽ ഒഴിച്ചുകറി. ഇവിടെ ഈ പുല്ല് വെട്ടി എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. പൊടി നിങ്ങളൊന്ന് നോക്കിയേ. ഇവിടെ പുല്ല് ഒന്നും ഇല്ലെങ്കിൽ അവരിങ്ങനെ വെറുതെ ഓടിച്ചുകൊണ്ടേയിരിക്കും. എനിക്കറിയില്ല അതെന്തിനാണെന്ന്. ഒന്നാമത് എനിക്ക് അലർജിയും കാര്യങ്ങളുമായിട്ടിരിക്കുന്നു. ജനലും കഥ ഒന്നും തുറന്നിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഞാൻ വെയ്യാതെ കിടന്നതിന് മുന്നേ നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് ഞാനൊന്ന് എടുത്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ഒരാഴ്ചയ്ക്ക് മുന്നേ പെയ്ത മഴയായത്. അടുത്ത നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് പൊട്ടിക്കുന്ന സ്നാക്ക് മിൽക്ക് ഹൽവയാണ്, നമ്മുടെ കൊല്ലം സുപ്രീം ബേക്കേഴ്സിൻ്റെ. ഇത് പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കേടാകുമോ എന്നൊരു ഡൗട്ട്. പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റും പോകും. അപ്പോൾ ആദ്യം അതങ്ങ് മുറിച്ചിട്ട് ഓരോ പീസ് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തീർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ പീസ് ചെയ്ത് വെച്ചു. 1-2 ദിവസത്തിനകം അത് തീർത്തില്ലെങ്കിൽ ചിലപ്പോൾ കേടാകുമോ എന്നൊരു ഡൗട്ട്. എന്തായാലും ഫ്രിഡ്ജിൽ വെക്കുന്നില്ല കേട്ടോ. അങ്കുവിൻ്റെ സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം എക്സാമിന് കുറച്ച് റിലാക്സേഷൻ തന്നിട്ടുണ്ട്. കാരണം സ്കൂളിൽ നിന്നാണല്ലോ കൈ ഒടിഞ്ഞതും. അപ്പോൾ ടേം 1 അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത്. നമ്മളൊന്ന് സ്കൂളിൽ പോകുന്നുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് കേട്ടോ. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും റെസിപ്പി ചോദിക്കുന്ന ഒരു സംഭവമാണ് വിറ്റാമിൻ ദോശ അല്ലെങ്കിൽ അടദോശ എന്ന് പറയുന്ന, കാരദോശ എന്നൊക്കെ പറയും. അതിനായിട്ട് ഞാൻ അരി, ഉഴുന്ന്, കടല, വൈറ്റ് പീസ്, തൊലിയില്ലാത്ത
പയർ പരിപ്പെന്ന് പറയാം. ഇതെല്ലാം കൂടെ ഒന്ന് കുതിർത്തിട്ട് ഞാനൊരു 6-7 മണിക്കൂർ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി അരച്ചെടുക്കുക. അതിലേക്ക് അരയ്ക്കാൻ നേരം മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കുക കേട്ടോ. ഒറ്റ ട്രിപ്പിൽ മിക്സിയിൽ അങ്ങനെ നമ്മൾ ഇത് അരയ്ക്കരുത്. 2-3 ട്രിപ്പ് ക്ഷമയോടുകൂടി അരയ്ക്കണം. ചിലപ്പം ബ്ലേഡ് ഒടിഞ്ഞു പോകും, കാരണം കുറച്ച് ഹെവിയാണിത്. എന്നിട്ടിത് ഇൻസ്റ്റൻ്റ് ആണ്, നമുക്ക് ഫെർമെൻറ്റേഷൻ ഒന്നും വേണ്ട. അതെ, ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഉപ്പിട്ട് മാറ്റിയിട്ട് ഇപ്പം തൽക്കാലം ചൂടാണ്. പിന്നെ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക, പുളിക്കൊന്നും വേണ്ടത് കേട്ടോ. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ തക്കാളി ചട്നിയാണ്. അപ്പോൾ തക്കാളിയും ഉള്ളിയും കൂടെ, സവാള അതരിഞ്ഞിട്ട് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഉപ്പിട്ടിട്ട് ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ബാക്കി അങ്ങനെ ഉപ്പിടാതെ ഫ്രിഡ്ജിൽ വെക്കുക. ഇത് ഫെർമെൻറ്റേഷനേ ചെയ്യേണ്ട. കൂടെ തക്കാളി ചട്നിയും പെട്ടെന്ന് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ നല്ലെണ്ണ തൊട്ട് പടപടയുന്ന ദോശ ചുട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ദോശ എന്ന് പറയാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ആ സോക്ക് ചെയ്യുന്നൊരു സമയം എടുത്താൽ മതിയല്ലോ. രാത്രിയിൽ നമ്മൾ സോക്ക് ചെയ്താൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. രാവിലെ സോക്ക് ചെയ്തിടുകയാണെങ്കിൽ വൈകുന്നേരം ഡിന്നറിനാക്കാം. എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ ഓപ്ഷൻ അല്ലേ ഈ ദോശ. നമ്മുടെ അടുത്ത സ്നാക്സ് പാക്കറ്റ് തട്ടാന്ന് പറയും. ഇത് ശരിക്കും പപ്പടമായിട്ട് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടൊരു സ്നാക്കല്ലേ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ആ കറി വെച്ചപ്പോൾ അതിൻ്റെ കൂടെയും കുറച്ചെടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഫ്രൂട്ട് കേക്കാണ് പിന്നെ കട്ട് ചെയ്തത്. ഇതൊക്കെ പെട്ടെന്ന് കേടാവുമോ എന്നൊരു വിഷമം. ഫ്രിഡ്ജിൽ വെച്ച ടേസ്റ്റേ പോവും. അതിൻ്റെ ഫ്രഷ്നെസ്സോടുകൂടി കഴിക്കണമെങ്കിൽ പുറത്ത് വെച്ച് തന്നെ കഴിക്കണം. അതുകൊണ്ടാണ് എന്തായാലും അതും പൊട്ടിച്ചു. പിന്നെ ചിപ്സിൻ്റെ പഴ ചിപ്സ്, ഇതെനിക്കും അങ്കുനും വലിയ താല്പര്യമില്ല. അങ്കു ഇത് കാണുമ്പോൾ തന്നെ കരിഞ്ഞേന്നാണ് പറയുന്നത്. ഇത് പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയ ചിപ്സാണ്. എന്നാൽ രാക്കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും പൊട്ടിച്ച് കുറച്ച് വെച്ചു. പിന്നെ നമ്മുടെ ഏത്തപ്പഴം അത് നെയ്യിൽ ഒന്ന് വരട്ടി അങ്കൂന് കുറച്ച് സ്റ്റീവിയയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ശർക്കരയോ സ്റ്റീവിയോ പഞ്ചസാര എന്തെങ്കിലും ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് വരുമല്ലോ. അപ്പം ഞങ്ങൾ മധുരമൊന്നും ഇടാതെ ഇങ്ങനെ അങ്ങ് കഴിക്കും. ഇതെല്ലാം ഒറ്റയടിക്ക് കഴിച്ചതല്ല കേട്ടോ, മെല്ലെ മെല്ലെ കഴിച്ചതാണ് ഞാൻ എടുത്തത്. നമ്മളൊന്നും കളയാതെ മെല്ലെ മെല്ലെ യൂസ് ചെയ്തുമല്ല. ഇത് അങ്കുവിൻ്റെ കയ്യിലിടാൻ വാങ്ങിച്ച സ്ലിങ് ആട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്ലിങ്ങാണ്. ഇത് ആർക്കെങ്കിലും വേണമെന്നില്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ജസ്റ്റ് വാങ്ങിച്ചപ്പോൾ ഒന്ന് ഇടുന്നതേ ഉള്ളൂ. ആർക്കും കൈയും കാലും ഒന്നും ഒടിയാതിരിക്കട്ടെ. അവനതേ ഇങ്ങനെ ഒരു സ്ലിങ് വാങ്ങിച്ച് ഞാൻ ഇട്ട് കൊടുത്തു. ഈ തൂങ്ങി കിടക്കുന്ന ഈ തുണി കഷ്ണത്തിനെ കാട്ടിയും കുറച്ച് നല്ലതല്ലേ. അപ്പോൾ കലക്കുഞ്ഞിങ്ങനെ പറഞ്ഞ് ഇത് വാങ്ങിച്ചു കൊടുത്ത് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ അപ്പോൾ ഓർഡർ ചെയ്ത സംഭവം വന്നതായിരുന്നു കേട്ടോ. അത് അപ്പോൾ ഞാനത് ഇട്ടേ ഉള്ളൂ. ഓർഡർ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞ് 1-2 ദിവസത്തിനകം സംഭവം വന്നു. അപ്പോൾ അവന് കുറച്ച് സപ്പോർട്ടും കിട്ടി. കാരണം ഡോക്ടർ പറഞ്ഞു കൈ ഇങ്ങനെ തൂക്കിയിടരുതെന്ന്, എപ്പോഴും ഇങ്ങനെ ഇതിടണം. മാത്രമല്ല അവന് പെടലിക്കും കുറച്ച് പ്രശ്നമുണ്ട്. എപ്പോഴും ഇങ്ങനെ തൂക്കിയിട്ടാൽ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അവന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഡാൻസ് കളിക്കുന്നു, ഓടുന്നു, ചാടുന്നു. കാരണം സ്കൂളിൽ പോകണ്ട, ഒന്നും ചെയ്യണ്ടല്ലോ. അവൻ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. പക്ഷെ കാണുന്ന എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ അവനെ കാണുമ്പോൾ. അപ്പോൾ അതേ കുരുമുളക് തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ കുടിക്കുന്നത്. അപ്പോൾ തൊണ്ട ഒന്ന് അടയ്ക്കുമ്പോൾ ഇത് കുറച്ച് കുടിച്ച് ആശ്വാസം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഹോളിയുടെ മൂഡും കാര്യങ്ങളുമാണ്. നല്ല ക്ലൈമറ്റാണ്. പക്ഷേ അസുഖങ്ങൾ വരുന്നൊരു ക്ലൈമറ്റാണിത്. നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല പുറത്തിറങ്ങി. അങ്ങനത്തെ ഒരു ക്ലൈമറ്റും കൂടെയാണ്. അപ്പോൾ ഹാപ്പി ഹോളി, ഹാപ്പി ആറ്റുകാൽ പൊങ്കാല. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ഒപ്പിയാണ്. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.